എല്ലാവർക്കും നമസ്കാരം. മുരിക്കോളി ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിരിക്കുന്ന ആ ബെല്ലൈക്കൺ ബട്ടണില്ലേ അതുകൂടി എനേബിൾ ചെയ്തിട്ട് ഓൾന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ പുതുതായിട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൽ ഇത്രയായിട്ടുള്ള വരുന്ന പുതിയ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് ചില ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ തുടക്കത്തിൽ പ്ലേലിസ്റ്റ് ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്ലേലിസ്റ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി വരുന്നതായിരിക്കും. ഇതിൽ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ലാസ്റ്റ് അടിയിലായിട്ട് നമ്മളെ ചാനലിൻ്റെ ഒരു സിമ്പൽ ഇവിടെ കാണാൻ കഴിയും. അതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മളെ ചാനലിൻ്റെ പേരും ഇതും ഒക്കെ ആയിട്ട് ഇവിടെ കിട്ടും. അവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ കണ്ടോ, ഹോം, വീഡിയോ, ഷോർട്സ്, ലൈവ് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വീഡിയോസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോസ് വന്നു. അപ്പോൾ ഈ വീഡിയോസിൻ്റെ ഇങ്ങ് ലാസ്റ്റിൽ ഈ 3 ഡോട്ട് കണ്ടോ, ഈ 3 ഡോട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ കണ്ടോ, സേവ് ടു പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അവിടെ സേവ് ടു പ്ലേലിസ്റ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും. ഇതിൽ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യൂ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഐക്കണിൽ തൊട്ടുകൊണ്ട് നമ്മുടെ ചെയ്തിരിക്കുന്ന വീഡിയോ ഏത് കാറ്റഗറിയിലാണോ ആ കാറ്റഗറി, കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ്, അല്ലാണ്ട് മറ്റുള്ള ട്യൂട്ടോറിയൽ ട്യൂട്ടോറിയൽ, അല്ലെ ബ്ലോഗ് ആണെങ്കിൽ ബ്ലോഗ്, ആ നെയിം കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മൾ ചെയ്ത വീഡിയോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. അല്ലാതെ നമ്മൾ തുടക്കക്കാരായിട്ടുള്ളവരെന്തായാലും സിസ്റ്റത്തിൽ നിന്നായിരിക്കില്ലല്ലോ ചെയ്യുന്നത്, കമ്പ്യൂട്ടർ വെച്ചിട്ടൊന്നും ആയിരിക്കില്ല. ക്രോമിൽ പോയിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ ചെയ്യാൻ വലിയ പാടാണ്. നമുക്ക് അതുപോലെ കിട്ടണമെന്ന് കിട്ടൂല. അപ്പോൾ നമുക്ക് മൊബൈലിൽ ചെയ്യുന്നവർക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സ്നേഹം മാത്രം.